ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കല്യാണിയെ ബെഞ്ചിൽ കയറ്റി നിർത്തിയതിന് ചോദ്യം ചെയ്യുന്ന ഹരിയെയാണ്. നിങ്ങളുടെ മകൾക്ക് ക്ലാസ്സിൽ ഒരു ശ്രദ്ധയുമില്ല. കൂടാതെ നിങ്ങൾ കണ്ടോ, എൻ്റെ സാരിയിൽ മഷിയാക്കിയിരിക്കുന്നത് നിങ്ങളുടെ മകളാണ്. ചിലപ്പോൾ അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ബാക്കി കുട്ടികളോട് ചോദിച്ചാൽ അവർ സത്യം പറയുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹരി അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീവനെയാണ്. സുജാത ജീവന്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അമ്മേ, നമ്മുടെ വീട് എവിടെയാണെന്ന് ജീവൻ ചോദിക്കുമ്പോൾ നമുക്ക് വീടില്ലെന്നും അമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്നും സുജാത പറയുന്നു. അമ്മ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി ജീവൻ പറയുമ്പോൾ സുജാത പറയുകയാണ്, എൻ്റെ മോനെ, നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ. അമ്മ എത്രയും പെട്ടെന്ന് ഒരു വീടിനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് മോനെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഇത് കേൾക്കുന്ന ജീവന് വിഷമമാവുകയാണ്. അമ്മ എന്നെ കൊണ്ടുപോ അമ്മയെന്ന് പറഞ്ഞ ജീവൻ കരയുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് സുജാത തന്റെ നമ്പര് ഡോക്ടറെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സുജാത പോയതിനു ശേഷം ജീവൻ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ഡോക്ടർ, അതിന്റെ ശരിക്കുള്ള അമ്മ തന്നെയാണോ? അതെന്താ ജീവൻ അങ്ങനെ ചോദിക്കുന്നത്? അല്ല ഡോക്ടർ, എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്നെ ഒപ്പം കൊണ്ടുപോകില്ലായിരുന്നോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ജീവനോട് ഡോക്ടർ പറയുകയാണ്, അത് ജീവന്റെ സ്വന്തം അമ്മയല്ലായിരുന്നെങ്കിൽ ജീവനെ ഇത്രയും സ്നേഹിക്കുമായിരുന്നോ? ഡോക്ടർ പറയുന്നത് ശരിയാ, എനിക്ക് എൻ്റെ അമ്മയുണ്ടെന്ന് പറഞ്ഞ് ജീവൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. കല്യാണി ഡൈനിങ് ടേബിളിന്റെ പുറത്ത് കയറി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ മോളെ, നീ ആഹാരമൊന്നും കഴിക്കാതെ ഈ ടേബിളിന്റെ പുറത്ത് കയറി നിൽക്കുന്നതെന്ന് ഹരി ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ഇവിടെയും ഇനി തൊട്ട് ഇങ്ങനെ തന്നെ നിന്നോളാമെന്ന് കല്യാണി ദേഷ്യത്തോടെ പറയുന്നു. അത് പിന്നെ മോള് ആ പത്മ ടീച്ചറുടെ സാരിയിലൊക്കെ മഷിയാക്കാൻ പോയിട്ടല്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുകയാണ്, അച്ഛൻ അത് കണ്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. ആ ടീച്ചർ കള്ളം പറഞ്ഞതാ. ആ ടീച്ചർ എന്നെ ബെഞ്ചിന്റെ പുറത്ത് കയറ്റി നിർത്തിയതിന് ക്ലാസ്സിലെ കുട്ടികളെല്ലാം എന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അത് അച്ഛൻ അറിയാമോ? എനിക്കിനി ഒരിക്കലും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കല്യാണി അകത്തേക്ക് പോകുന്നു. തുടർന്ന് ഹരി നേരെ ദേഷ്യത്തോടെ നിത്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് കാണുന്ന കല്യാണി സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. തുടർന്ന് ഹരി നേരെ ദേഷ്യത്തോടെ നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ എന്തൊരു ടീച്ചറാ, നിങ്ങൾ കാരണമാ എൻ്റെ മകൾ അവിടെ ആഹാരം പോലും കഴിക്കാതിരിക്കുന്നത്. അതെ, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവര് വഴക്കിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ഞൾ അരച്ചുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണനെയാണ്. എന്തിനാ മുത്തശ്ശ ഇതെന്ന് കല്യാണി ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ, ഒരു മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയാണെന്നും മുത്തശ്ശൻ അരച്ചു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നെന്നും രാമകൃഷ്ണൻ പറയുന്നു. മോളിതൊന്നും തൊടാൻ നിൽക്കല്ലേ, കൈ മുഴുവൻ മഞ്ഞളാകുമെന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ എഴുന്നേറ്റ് പോകുമ്പോൾ അത് നോക്കി എന്തൊക്കെയോ ആലോചിക്കുകയാണ് കല്യാണി. പിന്നീട് കാണിക്കുന്നത് ഹരിയെയും നിത്യയുമാണ്. ഞാനേ കുറെ ലോകം കണ്ടിട്ടുള്ളതാണെന്ന് ഹരി പറയുമ്പോൾ നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാ ആ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. എന്തിനാ മനുഷ്യ ആ കുഞ്ഞിന്റെ ഭാവി വെറുതെ ഇല്ലാതാക്കുന്നതെന്ന് നിത്യ ദേഷ്യത്തോടെ ചോദിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നും നിത്യ പറയുമ്പോൾ കാണാമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഹരി മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുജാതയാണ്. അകത്തേക്ക് കയറാൻ നിത്യയോട് സുജാത ചോദിക്കുകയാണ്, എന്റെ മോളെ, നീ എന്തിനാ എപ്പോഴും ആ ഹരിയുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? അതൊരു പാവം പയ്യനാ, നമുക്ക് എന്ത് വേണമെങ്കിലും ഒരാശ്രയത്തിന് അവനെ ഉള്ളെന്നൊക്കെ സുജാത പറയുമ്പോൾ ഇതിനു മുമ്പും നമ്മൾ ജീവിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താണെന്ന് നിത്യ ദേഷ്യത്തോടെ ചോദിക്കുന്നു. പിന്നെ അമ്മ പറഞ്ഞത് അനുസരിക്കണമെന്നൊക്കെ എനിക്കുണ്ട്, എൻ്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിഷമത്തോടെ നിത്യ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയാണ്. രാമകൃഷ്ണൻ അരച്ചു വെച്ച മഞ്ഞളെല്ലാം എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കുകയാണ് കല്യാണി. ഇന്ന് എന്താണെങ്കിലും പത്മ ടീച്ചറിനിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞ് ആ ബക്കറ്റും വെള്ളം കൊണ്ട് കല്യാണി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കല്യാണി ആ മഞ്ഞൾ വെള്ളവുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എവിടേക്ക് പോകുന്നെന്ന് ഹരി ചോദിക്കുന്നു. ഇതേ പത്മ ടീച്ചറിന്റെ തലവഴി ഒഴിക്കാനാ. എന്നാലേ ഇത് അച്ഛൻ ചെയ്തോളാം, അപ്പോ കുഞ്ഞിന്റെ പിണക്കം മാറുമോ എന്ന് ഹരി ചോദിക്കുമ്പോൾ മാറുമെന്ന് കല്യാണി പറയുന്നു. അതേസമയം പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു നിത്യ. അങ്ങനെ നിത്യയുടെ ദേഹത്തേക്ക് ആ മഞ്ഞൾ വെള്ളം ഒഴിക്കുകയാണ് ഹരി. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രാമകൃഷ്ണനും സുജാതയും വരുന്നു. ആദ്യം രണ്ടുപേരും ഒന്ന് ഞെട്ടലോടെ നിൽക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം ചിരിയോടെ രണ്ടുപേരെയും നോക്കുന്നു. തുടർന്ന് രാമകൃഷ്ണൻ മനസ്സിൽ പറയുകയാണ്, ഇനിയൊരു മഞ്ഞൾ ചരട് കൂടി കഴുത്തിൽ കെട്ടിയാൽ എല്ലാം ശുഭമാകും. നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ. അച്ഛനും മോൾക്കും ഞാൻ പണി തരുന്നുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിത്യ അകത്തേക്ക് പോകുന്നു. തുടർന്ന് സുജാത നിത്യയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. മോളെ, ഇതൊക്കെ ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്നതിന്റെ സൂചനയായിരിക്കുമെന്ന്
സുജാത പറയുമ്പോ അതിന് എനിക്കിനി ഒരു മംഗല്യയോഗമൊന്നും വേണ്ട എന്ന് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിത്യ പോകുമ്പോ സുജാത മനസ്സിൽ പറയുകയാണ്, നിന്റെ ഭർത്താവ് ഇപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷെ ഇനിയും അവൻ നിന്റെ ജീവിതത്തിൽ വേണ്ട. നിന്റെ ഓർമ്മകൾ പോലും ഞാൻ അവനിൽ നിന്നും ഇല്ലാതാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിത്യയെ വിവാഹം കഴിച്ചതും വിഷ്ണുവിനെ കൊന്നതും ഒക്കെ തന്നെ ഓർമ്മ വരുന്ന അലറിക്കൊണ്ട് എഴുന്നേൽക്കുന്ന ജീവനെയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയെയാണ്. നിത്യയുടെ ദേഹത്തേക്ക് മഞ്ഞൾ വെള്ളം ഒഴിച്ചതിനെ ചോദ്യം ചെയ്യുകയാണ് രാമകൃഷ്ണൻ. തുടർന്ന് രാമകൃഷ്ണൻ പറയുകയാണ്, ഹരി, നിനക്കൊരു കാര്യം അറിയാമോ? ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒരാള് മഞ്ഞൾ വെള്ളം ഒഴിച്ചാലേ അയാള് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നാ അതിന്റെ അർത്ഥം. ഇത് കേൾക്കുന്ന ഹരി ഞെട്ടലോടെ രാമകൃഷ്ണനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.